ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ആൻഡ്രോയിഡ് മൊബൈലുകളുടെ ബാറ്ററി ലൈഫ് കൂട്ടാനും അതിനോടൊപ്പം തന്നെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ പെർഫോമൻസ് കൂട്ടാനുമായിട്ടുള്ള ചില നുറുങ്ങ് വിദ്യകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ പല സുഹൃത്തുക്കൾക്കും അറിയാവുന്ന കാര്യമായിരിക്കും. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ അറിയാത്ത ഒരുപാട് സുഹൃത്തുക്കൾ കാണും എന്നെനിക്കറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജുണ്ട്. ഈ ഫേസ്ബുക്ക് പേജും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ സാധിക്കും. ഇതിലൂടെയും കമ്പ്യൂട്ടർ മൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ട്രിക്സ് ആൻഡ് ടിപ്സ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. രണ്ട് ഫേസ്ബുക്ക് പേജുകളുടെയും ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നമ്മളൊരു മൊബൈൽ വാങ്ങാൻ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു സംശയം ഉണ്ടാവും. ആൻഡ്രോയിഡ് ഫോൺ വാങ്ങണോ, iOS വാങ്ങണോ, അല്ലെങ്കിൽ വിൻഡോസ് ഫോൺ വാങ്ങണോ? അവസാനം ആലോചിച്ച് ചിന്തിച്ച് പലരോടും ചോദിച്ചതിന് ശേഷം നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ വാങ്ങുന്ന ഒരു തീരുമാനത്തിലെത്താൻ ആണ് സാധ്യത കൂടുതൽ. ഇങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ്. iOSനേക്കാളും വിൻഡോസിനേക്കാളും ഒക്കെ കൂടുതൽ ആളുകൾ മൊബൈലിൽ ഉപയോഗിക്കുന്നത് ആൻഡ്രോയിഡ് OS ആണ്. ഇങ്ങനെ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നവർ നേരിടുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഫോണിന്റെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീർന്നു പോകുന്നു എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ ഫോൺ ഹാങ് ആകുന്നു എന്നുള്ള ഒരു പ്രോബ്ലം. ഇപ്പോൾ നമുക്ക് വിപണിയിൽ ലഭിക്കുന്ന ആൻഡ്രോയിഡ് മൊബൈലുകൾ 4GB തൊട്ട് 6GB മുകളിൽ വരെ റാം ഉള്ള ഫോണുകളാണ്. അതിനോടൊപ്പം തന്നെ മിനിമം 32GB മുകളിൽ ഇന്റേണൽ മെമ്മറി ഉള്ള ഫോണുകളുമാണ്. എന്നാൽ ഇതിനു മുമ്പൊക്കെ ലഭിച്ചുകൊണ്ടിരുന്ന ഫോണുകളിൽ 1GB 2GB റാം ആയിരുന്നു. അതിനോടൊപ്പം തന്നെ 16GB ഇന്റേണൽ മെമ്മറി, മാക്സിമം പോയി കഴിഞ്ഞാൽ 32GB വരെ ഇന്റേണൽ സ്റ്റോറേജ് ഉള്ള ഫോണുകളായിരുന്നു. എന്നാൽ അതിനൊക്കെ ഒരുപാട് മാറ്റം വന്നിപ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോണുകളാണ് വിപണിയിൽ വരുന്നത്. എന്നാൽ കൂടുതൽ ആളുകളും ഉപയോഗിക്കുന്നത് ഈ 2GB അല്ലെങ്കിൽ 16GB ഇന്റേണൽ മെമ്മറി, 32GB ഇന്റേണൽ മെമ്മറി ഒക്കെയുള്ള ഫോണുകളാണ്. ഇങ്ങനെയുള്ള ഫോണുകളിൽ പ്രധാനമായിട്ടും ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലമാണ് ഇപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കുന്ന ആപ്ലിക്കേഷനുകൾ. അതിപ്പോൾ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷനുകളായി കഴിഞ്ഞാൽ തന്നെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ഏത് ആപ്ലിക്കേഷനും പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ അതിൻ്റെ MB സൈസ് കൂടിയാണ് അപ്ഡേറ്റുകൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫോണുകളിൽ നമ്മൾ ഈ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കൂടുതൽ MB, കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫംഗ്ഷനുകളുള്ള ആപ്ലിക്കേഷനുകളാണ്. ഈ ആപ്ലിക്കേഷനുകളൊക്കെ ഈ ഡെവലപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോണുകൾക്ക് വേണ്ടിയാണ്. കാരണം ഇനിയും വരാൻ പോകുന്നത് അങ്ങനെയുള്ള ഫോണുകളാണ്. 4GB 6GBക്ക് മുകളിലൊക്കെ റാമുള്ള ഫോണുകൾ വരാൻ പോകുമ്പോൾ അവർ ആ ഫോണിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും, അങ്ങനെയുള്ള ഫോണുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും ആപ്ലിക്കേഷനുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ആപ്ലിക്കേഷനുകളിൽ ഇൻക്ലൂഡ് ചെയ്തായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മളുടെ 2GB റാമുള്ള ഫോണിൽ ഒരുപക്ഷെ ഈ ആപ്ലിക്കേഷനുകൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷനുകൾ ഒരുപക്ഷെ നമ്മളുടെ ഫോണിൽ 2GB അല്ലെങ്കിൽ 3GBക്ക് താഴെ റാമുള്ള ഫോണുകളിൽ നമ്മൾ ഈ ആപ്ലിക്കേഷനുകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ ഹാങ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളുടെ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നതിലും കൂടുതൽ സൈസുള്ള ആപ്ലിക്കേഷൻ ആയിരിക്കും നമുക്കിനിയും ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. എല്ലാ കമ്പനികളും, എല്ലാ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ഡെവലപ്പേഴ്സും അവരുടെ ആപ്ലിക്കേഷൻ ഏറ്റവും മനോഹരമായി, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ക്രിയേറ്റ് ചെയ്യാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഫോൺ അതിനൊട്ട് പവർഫുൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ബുദ്ധിമുട്ട് നേരിടേണ്ടതായിട്ട് വരും. കാരണം ഫോൺ ഹാങ് ചെയ്യുകയോ ബാറ്ററി ചാർജ് കൂടുതൽ ഡ്രെയിൻ ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇനി ബാറ്ററി ചാർജ് നിലനിർത്താനായിട്ട് ചില ടിപ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഫോൺ ഹാങ് ആകുന്നത് ഒഴിവാക്കാനായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഫോണിൽ ചെയ്യാൻ സാധിക്കും. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ആദ്യത്തെ ടിപ്സ്, നിങ്ങളുടെ ഫോണിൽ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക. അതായത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. നിങ്ങൾ യൂസ് ചെയ്യാത്ത, നിങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത ആപ്ലിക്കേഷനുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യുക. അതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം. രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയാണ്. അതിനുശേഷം ഓരോ ഫോണുകളിലും പുതിയ അപ്ഡേറ്റുകളിൽ സെറ്റിംഗ്സ് ഒക്കെ പല രീതികളിലാണ് വരുന്നത്. ഓരോ കമ്പനികളുടെ ഫോണിൽ ഓരോ രീതിയിലാണ് സെറ്റിംഗ്സ് വരുന്നത്. ഞാനിവിടെ സാംസങ്ങിൻ്റെ ഫോണാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഞാൻ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയതിന് ശേഷം ആപ്ലിക്കേഷൻ മാനേജർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ മാനേജർ ഓപ്പൺ ആക്കി. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡഡ് ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൽ ചില ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ഫോൺ മെമ്മറിയിൽ തന്നെ വെക്കേണ്ട ആപ്ലിക്കേഷൻ ഉണ്ട്.
അതല്ലാതെ ചില ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് മെമ്മറി കാർഡിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്ന ആപ്ലിക്കേഷൻ. ഇവിടെ ഒന്നും ഓരോ ആപ്ലിക്കേഷനുകളായിട്ട് നോക്കുക. ഇതിൽ മെമ്മറി കാർഡിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഫോൺ മെമ്മറിയിൽ നിന്നും മെമ്മറി കാർഡിലേക്ക് മൂവ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം അതാണ്, നിങ്ങളുടെ ഫോൺ മെമ്മറിയിൽ നിന്നും മൂവ് ചെയ്യാൻ സാധിക്കുന്ന ആപ്ലിക്കേഷൻ മെമ്മറി കാർഡിലേക്ക് മൂവ് ചെയ്യുക. മൂന്നാമതായിട്ട് ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് ഓൾ ആപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻ, നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ ചില ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ ഫോണിലുള്ള ബ്ലോഡ്വെയർ ആപ്ലിക്കേഷനുകൾ, അതായത് ഫോൺ വാങ്ങുമ്പോൾ തന്നെ ഫോണിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ട് ലഭിക്കുന്ന ആപ്ലിക്കേഷനുകൾ, അത് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കത്തില്ല. അത് റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ റൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ്രോയിഡ് റൂട്ട് പെർമിഷൻ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ബ്ലോട്ട്വെയർ ആപ്ലിക്കേഷനുകൾ റിമൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഫോണിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഫോൺ റൂട്ട് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ റൂട്ട് ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്യത്തില്ല. നിങ്ങൾ റൂട്ട് ചെയ്യാതെയും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചാറ്റ് ഓൺ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട്. ഞാനത് ഓപ്പൺ ആക്കിയാണ്. ഇത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഫോൺ വാങ്ങിയപ്പോൾ തന്നെ ഈ ഫോണിലുള്ള ആപ്ലിക്കേഷനാണ്. ഞാൻ ഇതുവരെ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ചെയ്യേണ്ട കാര്യം, നമുക്ക് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ ഇവിടെ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം ക്ലിയർ ക്യാഷെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, ക്ലിയർ ഡേറ്റയിൽ ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ മുകളിലായിട്ട് ഡിസേബിൾ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡിസേബിൾ ആവും. പിന്നെ നിങ്ങളുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്തില്ല. ഇവിടെ ഡിസേബിൾഡ് എന്നുള്ള ഒരു ഓപ്ഷൻ അടുത്തതായിട്ട് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസേബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ഇവിടെ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നാലാമതായിട്ട്, നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ ആൻഡ്രോയിഡ് വേർഷന് ഏതെങ്കിലും അപ്ഡേറ്റുകൾ വരുന്നുണ്ടോ എന്ന് നോക്കണം. അതിനായിട്ട് ജനറൽ എന്നുള്ളതിൽ നിങ്ങൾക്ക് ഏറ്റവും താഴെ എബൌട്ട് ഡിവൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഏതെങ്കിലും പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടോ എന്ന്. അതായത് മാഷ്മെല്ലോ അല്ലെങ്കിൽ നോഗട്ട് തുടങ്ങിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് നിങ്ങൾ ഓരോ വേർഷനുകൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ ഏതാണോ അതിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോ കമ്പനികൾ അപ്ഡേറ്റുകൾ നൽകുന്നത്. അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ അപ്ഡേറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആപ്ലിക്കേഷനുകളെല്ലാം തന്നെ അപ്ഡേറ്റഡ് ആയിട്ട് തന്നെ സൂക്ഷിക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഞാൻ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കി. ഇവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷനുകളുടെ ഒരു ലിസ്റ്റ് ലഭിക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ ആപ്ലിക്കേഷനുകളായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രയോജനം, എന്തെങ്കിലും ബഗ്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തായിരിക്കും ഒരുപക്ഷെ ഓരോ അപ്ഡേറ്റുകളും വരുന്നത്. പുതിയ ഫീച്ചറുകൾ ആഡ് ചെയ്ത് നിങ്ങൾക്ക് അപ്ഡേറ്റുകൾ ലഭിക്കും. അപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ തന്നെ യൂസ് ചെയ്യുക. അടുത്തതായിട്ട് ചില സിമ്പിളായിട്ടുള്ള ടിപ്സാണ് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഹോം സ്ക്രീനിലേക്ക് അധികം വെഡ്ജറ്റുകൾ യൂസ് ചെയ്യാതിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2 വെഡ്ജറ്റുകൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ വെഡ്ജറ്റുകൾ നിങ്ങളുടെ ഫോണിൽ യൂസ് ചെയ്യുന്നതിലൂടെ ബാറ്ററി ചാർജ് കൂടുതൽ ഇങ്ങനെയുള്ള വെഡ്ജറ്റുകൾ ഉപയോഗിക്കും. നിങ്ങളുടെ കാണാൻ സാധിക്കും ഈ 2 വെഡ്ജറ്റും ഒരേപോലെയുള്ള വെഡ്ജറ്റാണ്. ഞാൻ ഇത് റിമൂവ് ചെയ്യുകയാണ് ഒരെണ്ണം. ഇതേപോലെ നിങ്ങൾ ആവശ്യമില്ലാത്ത വെഡ്ജറ്റുകൾ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക. അടുത്തതായിട്ട്, സാധാരണ ആളുകൾ ലൈവ് വാൾപേപ്പറുകൾ ഫോണിൽ ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. ലൈവ് വാൾപേപ്പറുകൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഫോണിന് ഒരു പുതിയ ലുക്ക് നൽകുമെങ്കിലും നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജും അതിനോടൊപ്പം തന്നെ ഈ ലൈവ് വാൾപേപ്പറുകൾ തീർക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ലൈവ് വാൾപേപ്പറുകൾ ഉപയോഗിക്കാതെ ഏതെങ്കിലും നല്ല വാൾപേപ്പർ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പുതിയ വാൾപേപ്പറുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, സിങ്ക്രണൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ സൈൻ ഇൻ ചെയ്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ ഫോണിലേക്ക് ഇടുന്ന പുതിയ ഫയലുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെടും. അതായത് നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു ഡിവൈസിൽ നിന്നും ഈ ഫയലുകൾ അക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്നും ഇത് നിങ്ങളുടെ ഇമെയിലിലേക്ക് പോകും സിങ്ക്രണൈസ് എന്നുള്ള ഓപ്ഷനിലൂടെ. അപ്പോൾ അത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഡിവൈസിൽ നിന്ന് നിങ്ങൾ ഈ ഐ ഡി ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമെയിലിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഫയലുകൾ എടുക്കാൻ സാധിക്കും. അതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോണിൻ്റെ കോൺടാക്ട്സ് നിങ്ങൾ സിങ്ക്രണൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലുള്ള കോൺടാക്ട്സ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് പോകും. എപ്പോഴെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിൽ നിന്നും ആ കോൺടാക്ട്സ് എടുക്കാൻ സാധിക്കും. ഇതിനുള്ള സെറ്റിങ്സ് നിങ്ങൾക്ക് ഇവിടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ അക്കൗണ്ട്സ് എന്നുള്ള ഓപ്ഷനിൽ നിന്നും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അക്കൗണ്ട്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഏതൊക്കെ അക്കൗണ്ട്സ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഇവിടെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ സൈൻ ഇൻ ചെയ്തിരിക്കുന്നത് ഫേസ്ബുക്ക് ആണെങ്കിൽ അത് കാണിക്കും, മെസ്സഞ്ചർ, വാട്സപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഒന്ന് മനസ്സിലാക്കാം. അതിനുശേഷം നിങ്ങൾ സിങ്ക്രണൈസേഷൻ നോക്കണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഏതൊക്കെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് നിങ്ങളുടെ ഫോണിൽ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ സിങ്ക് ഓഫ് എന്നാണ് കാണിക്കുന്നത്, ഡിസേബിൾഡ് എന്നാണ്. ഞാനിതൊക്കെ ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഇനേബിൾ ചെയ്യുന്നതുകൊണ്ടുള്ള മറ്റൊരു പ്രോബ്ലം, നമ്മളുടെ മൊബൈൽ ഡേറ്റയും കൂടുതൽ ഇത് ഉപയോഗിക്കും. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സിങ്ക്രണൈസ് ചെയ്യാനായിട്ട്
എനേബിൾ ചെയ്യുക. അതിപ്പോൾ കോൺടാക്ട്സ്, മെസ്സേജസ് തുടങ്ങിയ കാര്യങ്ങൾ എനേബിൾ ചെയ്യുക. അടുത്തതായിട്ട് നിങ്ങൾ ഏതെങ്കിലും ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗൂഗിൾ മാപ്പ്, നിങ്ങൾ ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ലൊക്കേഷൻ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ എനേബിൾ ആവും. ഇത് എനേബിൾ ആയതിനു ശേഷം നിങ്ങളിത് ഡിസേബിൾ ചെയ്യണം. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസേബിൾ ആകത്തില്ല. നിങ്ങൾ ഗൂഗിൾ മാപ്പ് ആപ്ലിക്കേഷനിൽ നിന്നും എക്സിറ്റ് ആയെന്ന് കഴിഞ്ഞാലും ഈ ലൊക്കേഷൻ എനേബിൾ ആയി തന്നെ കിടക്കും. നിങ്ങൾ ലൊക്കേഷൻ ബേസ്ഡ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഡിസേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തതായിട്ട് ഇനി നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ ചെറിയൊരു മാറ്റം വരുത്തണം. ഫോൺ ഒരുപാട് ഹാങ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതിനായിട്ട് നിങ്ങൾ ജനറൽ എന്ന് പറയുന്ന ഓപ്ഷൻ, അതായത് നിങ്ങളുടെ ഫോണിൻ്റെ എബൌട്ട് ഡിവൈസ് എന്ന് പറയുന്ന ആ സെറ്റിങ്സ് ലഭിക്കുന്നിടത്ത് വരിക. അതിനുശേഷം ഇവിടെ സാധാരണയായി നിങ്ങളുടെ ഫോണിൽ ഡെവലപ്പർ ഓപ്ഷൻസ് എന്ന് പറയുന്നത് എനേബിൾ ആയിരിക്കത്തില്ല. അത് എനേബിൾ ചെയ്യാനായിട്ട് എബൌട്ട് ഡിവൈസ് ഓപ്പൺ ആക്കിയതിന് ശേഷം ബിൽഡ് നമ്പറിൽ 7 ടൈംസ് ക്ലിക്ക് ചെയ്യണം. ഇതിൽ 7 ടൈംസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഡെവലപ്പർ ഓപ്ഷൻസ് എന്നുള്ള ഈ ഒരു സെറ്റിങ്സ് എനേബിൾ ആവും. അതിനുശേഷം ഈ ഡെവലപ്പർ ഓപ്ഷൻസ് എനേബിൾ ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് കുറേയേറെ ഓപ്ഷനുകൾ ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് വിൻഡോസ് ആനിമേഷൻ സ്കെയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഓപ്പൺ ആക്കുക. ഇവിടെ 0.5 ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ 0.5 തന്നെ വയ്ക്കാൻ സാധിക്കും. സാധാരണ 1 ആയിരിക്കും ഇതിൽ കാണാൻ സാധിക്കുക. നിങ്ങളത് 0.5 ആക്കുക. ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിൽ ഇത് നിങ്ങൾ ഒന്നുകിൽ ഓഫ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ 0.5 ആക്കുക. ആനിമേഷൻ ഡ്യൂറേഷൻ സ്കെയിൽ ഇത് നിങ്ങൾക്ക് ഓഫ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ 0.5 ആക്കാം. കാരണം ഇത് ഓഫ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ഫോണിലുള്ള ചില ആനിമേഷൻസ് ഓഫ് ആകപ്പെടും. അതായത് നമ്മൾ സ്ലൈഡ് ചെയ്യുമ്പോഴും ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന ആനിമേഷനുകൾ മാറുമെന്നേ ഉള്ളൂ. ഇതിലൂടെ നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇനിയും ഇതിന് താഴെയായിട്ട് നിങ്ങൾക്ക് ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഡു നോട്ട് കീപ്പ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൽ നിന്ന് ലീവ് ചെയ്ത് കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആകും. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ലിമിറ്റ് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ലിമിറ്റാണ് സെലക്ട് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്യാൻ 4 പ്രോസസ്സ് എന്നുള്ളത് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ 3 പ്രോസസ്സ് എന്നുള്ളത് കൊടുക്കാം. ഇതിലൂടെ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. എന്നാൽ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് ലിമിറ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഇപ്പോൾ ഫേസ്ബുക്കിലോ മറ്റോ ഈ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിനു മുമ്പുള്ള ആപ്ലിക്കേഷൻ ഏതെങ്കിലും 4 ആപ്ലിക്കേഷനുകൾ ബാക്ക്ഗ്രൗണ്ടിൽ വന്നു, അതിനുശേഷം 5ാമത് ആപ്ലിക്കേഷനായിട്ട് ഫേസ്ബുക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഫേസ്ബുക്കിൽ നിന്നുള്ള നോട്ടിഫിക്കേഷനുകൾ വരാൻ സാധ്യതയില്ല. അപ്പോൾ ഞാൻ എന്തായാലും മോസ്റ്റ് 4 പ്രോസസ്സസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം ഫോണിൻ്റെ സ്റ്റോറേജ് ഓപ്പൺ ആക്കുക. അത് നിങ്ങൾക്ക് സെറ്റിങ്സിൽ തന്നെ ലഭിക്കുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സ്റ്റോറേജ് ഓപ്പൺ ആയി കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഫോണിൽ എത്ര GB ബാക്കി ബാലൻസ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ ടോട്ടൽ സ്പേസ് എത്ര അവൈലബിൾ ആണ്, SD കാർഡ്, അതേപോലെ ഇൻറ്റേർണൽ മെമ്മറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങളിവിടെ ചെയ്യേണ്ടത് ക്യാഷെ ഫയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾ ക്ലിയർ ചെയ്യണം. ഇത് ക്ലിയർ ചെയ്യുന്നതിലൂടെ നമ്മളുടെ ഫോണിൽ നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റുകൾ ഒക്കെ സന്ദർശിക്കുമ്പോൾ നമ്മുടെ ഫോണിൽ ഉണ്ടാകുന്ന ക്യാഷെ ഫയലുകൾ ഇത് ഡിലീറ്റ് ചെയ്യപ്പെടും. ഒരുപക്ഷെ നമ്മളിത് ക്ലിയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ഫയൽ ഇതിൽ വന്ന് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഇടയ്ക്ക് ഡിലീറ്റ് ചെയ്യുക, അതായത് ക്ലിയർ ചെയ്ത് കളയുക. അപ്പോൾ ഇങ്ങനെ ഇത് ക്ലിയർ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഫോൺ മെമ്മറി കുറച്ച് നിങ്ങൾക്ക് ഫ്രീ ആക്കാൻ സാധിക്കും. ഞാനിത് കുറച്ച് മുമ്പൊന്ന് ക്ലിയർ ചെയ്തതാണ്. ഇപ്പോൾ 2.3 MB വീണ്ടും വന്നു. അത് ഞാൻ ക്ലിയർ ചെയ്യും. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഒരു പരിധിവരെ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഫോൺ ഹാങ് ആകുന്നത് കുറച്ചെങ്കിലും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ പലർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാനിങ്ങനൊരു വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ കാരണം ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് പേര് പുതിയതായിട്ട് ആൻഡ്രോയിഡ് മൊബൈൽ വാങ്ങുന്നവരുണ്ട്. ഒരുപാട് പേരുണ്ട് പുതിയതായിട്ട് ആൻഡ്രോയിഡ് മൊബൈൽ വാങ്ങി ഒരുപക്ഷെ ഇന്ന് തൊട്ട് യൂസ് ചെയ്യാൻ തുടങ്ങുന്ന ഒരുപാട് സുഹൃത്തുക്കൾ കാണും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അവർക്ക് ഇത് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്ന വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അറിയാവുന്ന സുഹൃത്തുക്കൾ, അറിയാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യണം. നിങ്ങളൊരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയുടെ താഴെ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും വീഡിയോയുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ മറുപടി തരുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.